ബോസേ, ടിവി ഓൺ ചെയ്യരുത്. ഞാനൊരു ടിക്ടോക്ക് ചെയ്യാൻ പോവുകയാണ്. ടീമു, ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഞാൻ ടി വി കാണാറുള്ളത്. കാരണം അപ്പോഴെനിക്ക് സമയം ലാഭിക്കാം. വേണ്ട ബോസേ. പോടാ. കിണ്ണാകൃതിക്കാട്ടിലെ രാജാവ് വീരശൂര രാജരാജ രാജേഷിനെ കടുത്ത വയറിളക്കം പിടിപെട്ടു. കിടുക്കാച്ചിമലയിൽ നിന്നെത്തിയ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം ഇന്ന് അദ്ദേഹത്തിന്റെ വയറ് കഴുകും. അദ്ദേഹത്തിന്റെ വയറ്റിൽ നിന്നും നമ്മുടെ ലേഖകൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ആഹാ, ഭക്ഷണം കഴിക്കുമ്പോൾ കാണാൻ പറ്റിയ വാർത്ത. എന്ത് ഫുഡാണിത്? ഹലോ, ടൈഗർ പോലീസ് ഹിയർ. എന്ത്? ഓക്കെ, ഞാനിതാ വരുന്നു. ടീമു, കമോൺ, ഹറി അപ്പ്. എന്താണ് ബോസ്? മൊട്ടാമ്പിളി ഗുഹയ്ക്കടുത്ത് ഒരു ഉറുമ്പിനെ ആരോ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. നമുക്കുടനെ അങ്ങോട്ട് പോകണം. ഞാൻ ഈ ടിക്ടോക്ക് കംപ്ലീറ്റ് ചെയ്തില്ല. വരൂ, നമുക്കുടനെ പുറപ്പെടണം. ഞാനിതൊന്ന് തീർത്തോട്ടെ ബോസേ. ഓ, നിന്റെ ഒടുക്കത്തെ ടിക്ടോക്ക് ഒന്ന് നിർത്തുമോ? ഒരു പാവം ഉറുമ്പാണ് അവിടെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കുടനെ സംഭവ സ്ഥലത്തെത്തണം. ആരാണ് ബോസ് കൊല്ലപ്പെട്ടത്? ഒരു ഉറുമ്പാണെന്ന് മാത്രമേ അറിയൂ. നമുക്കുടനെ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിക്കണം. 25 മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ഈ കേസ് തെളിയിച്ചിരിക്കണം ബോസ്. 25ഓ? 24 അല്ലേ? എനിക്കൊരു മണിക്കൂർ ഇടവേള വേണം ആ ടിക്ടോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. നിന്റെ ഒടുക്കത്തെ ഒരു ടിക്ടോക്ക്. ഇനി മേലാൽ നീ ടിക്ടോക്ക് എന്നും മിണ്ടിയാൽ നിന്നെ ഞാൻ എന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് പുറത്താക്കും. ഓ പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ ബുദ്ധി പറഞ്ഞു തരുന്നത് കൊണ്ടല്ലേ പല കേസുകളും ജയിക്കുന്നത്. അല്ലെങ്കിൽ കാണാൻ. ഒരു ബുദ്ധിമാൻ. എനിക്ക് ശക്തിയുള്ളത് കൊണ്ടാണ് പല കൊള്ളക്കാരെയും ഞാൻ പിടിച്ചത്. പിന്നെ ഒരു ശക്തിമാൻ കണ്ടാലും മതി. നീ നോക്കിക്കോ, ഈ ഉറുമ്പ് വധക്കേസ് ഞാൻ ഒറ്റയ്ക്ക് തെളിയിച്ചില്ലെങ്കിൽ നീ എന്നെ ദിങ്ങനെ വിളിച്ചോ. ഓ കാണാം. ഈ ഉറുമ്പ് വധക്കേസ് ബോസ് ഒറ്റയ്ക്ക് തെളിയിച്ചാൽ ബോസ് എന്നെ ദിങ്ങനെ വിളിച്ചോ. ആ ഉറുമ്പൊരു ആക്രമണത്തിൽ മരിച്ചതാവും. അങ്ങനെയെങ്കിൽ അവന്റെ ബോഡിയിൽ കൊലയാളിയുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടാവും. അത് വെച്ച് പ്രതിയെ ഈസിയായി പിടിക്കാം. യെസ്. ബോഡി എവിടെയാണ് കിടക്കുന്നത്? ആ മരത്തിന്റെ ചുവട്ടിലാണ്. ആരോ വെട്ടിക്കൊന്നതാണ്. ഒരു ആക്രമണം നടന്ന ലക്ഷണമുണ്ട്. ഓഹോ, നല്ലൊരു ഉറുമ്പായിരുന്നു. ഇന്നലെയും കൂടി എന്നെ കണ്ടപ്പോൾ എന്തൊക്കെയുണ്ട് ചേട്ടാ, സുഖം തന്നെയല്ലേന്ന് ചോദിച്ചതാ. ഇന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിക്കണാരൻ എന്നാണ് ഇവന്റെ പേര്. ബോഡിയുടെ സമീപത്ത് നിന്ന് ഇവന്റെ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെങ്കിൽ ബോഡിയിൽ കൊലപാതകിയുടെ ഫിംഗർ പ്രിന്റ് കണ്ടേക്കും. ബോഡിയിൽ നിന്ന് ആ തുണി മാറ്റൂ.